Balanagar Technical Institute, Private ITI, Mookkannoor Angamaly. Workshop Calculations and Science for second years. അപ്പോൾ നമുക്കിന്ന് പഠിക്കാനുള്ളത് ആൽജിബ്ര ആണ്. ആൽജിബ്ര നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, നമ്മൾ ഡെയിലി ലൈഫിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിത് പഠിക്കുന്നത്. ആൽജിബ്രയുടെ ബേസിക് കാര്യങ്ങൾ, അത് ചാപ്റ്റർ 1-ൽ പാർട്ട് 1. അപ്പോൾ അതിലേക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ആൽജിബ്ര എന്താ നോക്കാം. Algebra is a branch of mathematics in which we have to deal with the letters instead of figures like A, B, C, D, etc. All operations like addition, subtraction, multiplication, division can be solved with the help of letters itself. നമ്മൾ ഫിഗേഴ്സിന് പകരം, ഇപ്പോൾ നമ്പേഴ്സിനൊക്കെ പകരം നമ്മൾ ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യുമ്പോഴാണ് നമ്മൾ അവിടെ ആൽജിബ്രയുടെ യൂസ് വരുന്നത്. അതാണ് നമ്മൾ ആൽജിബ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് അഡീഷൻ ചെയ്യാം, അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം, ഡിവിഷൻ ചെയ്യാം. കൂട്ടുകയും കുറയ്ക്കുകയും അത് ഗുണിക്കുകയും ഹരിക്കുകയും ഒക്കെ നമുക്ക് ആൽജിബ്രയുടെ ഓപ്പറേഷൻസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ആൽജിബ്ര എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് തന്നെയാണ്. അതേപോലെ തന്നെ എന്താണ് ഡീൽ ചെയ്യുന്നത്, ഫിഗേഴ്സിന് പകരം ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട്. ഇപ്പോൾ എക്സ് എടുക്കാം, വൈ എടുക്കാം, അല്ലെങ്കിൽ എ എടുക്കാം, ബി എടുക്കാം. അങ്ങനെ നമ്മൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ആൽജിബ്രൈക് സയൻസ് നോക്കാം. നമുക്ക് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ആൽജിബ്രൈക് സയൻസുകൾ. ആദ്യം നമ്മൾ പ്ലസ് സൈൻ എടുക്കാം, അപ്പോൾ അത് അഡീഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മൈനസ് സൈൻ എടുക്കാം, സബ്ട്രാക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഇൻറ്റു സൈൻ എടുക്കാം, അത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിവൈഡഡ് സൈൻ ഉണ്ട്, ഡിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ദെർഫോർ സൈൻ ഉണ്ട്, പിന്നെ ലെസ് ദാൻ സൈൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ സൈൻ ഉണ്ട്, അതേപോലെ തന്നെ ഈക്വൽ ടു സൈൻ ഉണ്ട്, അതേപോലെ നോട്ട് ഈക്വൽ ടു സൈൻ ഉണ്ട്, അതേപോലെ തന്നെ സിൻസ് സൈൻ. ഇത് ഇത്രയുമാണ് നമ്മൾ നോർമലി നമ്മൾ ജനറൽ ആയിട്ട് നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആൽജിബ്രൈക് സയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ആൽജിബ്രൈക് എക്സ്പ്രഷൻസ് എന്താണെന്ന് നോക്കാം. എ കോമ്പിനേഷൻ ഓഫ് നമ്പേഴ്സ് ആൻഡ് വേരിയബിൾസ് ഹാവിംഗ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് ഈസ് കോൾഡ് ആൻ ആൽജിബ്രൈക് എക്സ്പ്രഷൻ. അപ്പോൾ ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ വേരിയബിൾസും ഉണ്ടാവും. അപ്പം ആ നമ്പേഴ്സിന്റെയും വേരിയബിൾസിന്റെയും ഒരു കൂട്ടത്തിന് അല്ലെങ്കിൽ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ആൽജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 3 അതൊരു ആൽജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. അതിൽ എക്സ് സ്ക്വയറും 2xും എന്ന് പറയുന്നത് വേരിയബിൾസ് ആയിട്ട് എടുക്കാം, അതേപോലെ തന്നെ 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. അതിൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഒരു പവർ ഉള്ള ടൈം ആണ്. അതിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. അതേപോലെ തന്നെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി അതേപോലെ തന്നെ നമ്മൾ 2x എടുത്തു കഴിഞ്ഞാൽ 2xന്റെ പവർ 1 ആണ്, അതിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. 3 എന്ന് പറയുന്നത് പിന്നെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബ്രാക്കറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. ബ്രാക്കറ്റ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ 3 ടൈപ്പാണ് നമ്മൾ എടുക്കുക. ഒന്ന് ഒരു റൗണ്ട് ബ്രാക്കറ്റ്സ് ഉണ്ട്, പിന്നെ ഒരു കേർലി ബ്രാക്കറ്റ്സ് ഉണ്ട്, പിന്നെ സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് റൗണ്ട് ബ്രാക്കറ്റ്സ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക, കേർലി ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് രണ്ടാമത് ചെയ്യുക, സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് മൂന്നാമത് ചെയ്യുക. അതായത് ഇത് മൂന്നും വരുന്ന കേസിലാണ്. ഒരു റൗണ്ട് ബ്രാക്കറ്റ് ഉണ്ട്, ഒരു കേർലി ബ്രാക്കറ്റ് ഉണ്ട്, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഉണ്ട്. ഒരുമിച്ച് ഒരു ക്വസ്റ്റനിൽ വരുവാണെന്നുണ്ടെങ്കിൽ ആദ്യം റൗണ്ട് ബ്രാക്കറ്റ് നമ്മൾ ചെയ്ത് തീർക്കുക, അതിനുശേഷം കേർലി ബ്രാക്കറ്റ് നമ്മൾ ചെയ്ത് തീർക്കുക, അതിനുശേഷം സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ ചെയ്ത് തീർക്കുക. ഇനി നമുക്ക് ലൈക്ക് ടേംസും അൺലൈക്ക് ടേംസും നോക്കാം. ലൈക്ക് ടേംസ് എന്ന് പറയുമ്പോൾ ടേംസ് ഹാവിംഗ് സെയിം വേരിയബിൾസ് ആർ കോൾഡ് ലൈക്ക് ടേംസ്. അതായത് ഒരേ വേരിയബിൾസ് ആണ് നമ്മൾ എടുക്കുന്ന ടേംസിലെല്ലാം വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന പാർട്ടിലെല്ലാം വരുന്നതെങ്കിൽ അത് ലൈക്ക് ടേംസ് ആയിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഉണ്ട് 2/3xy, 20xy, 3xy, -xy. ഇതിലെല്ലാം xy എന്ന് പറയുന്ന എല്ലായിടത്തും എന്താണ് കോമൺ ആണ്, ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അതിനെ നമുക്ക് ലൈക്ക് ടേംസ് എന്ന് പറയാം. ഇനി അതേപോലെ അൺലൈക്ക് ടേംസ് ആയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ടേംസ് ഹാവിംഗ് ഡിഫറെന്റ് വേരിയബിൾസ് ആർ കോൾഡ് അൺലൈക്ക് ടേംസ്. ഇനി ഡിഫറെന്റ് വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ അതെല്ലാം എന്തായിട്ട് മാറും? അൺലൈക്ക് ടേംസ് ആയിട്ട് മാറും. അതായത് 3xy അല്ലെങ്കിൽ 4xy അല്ലെങ്കിൽ 4x അല്ലെങ്കിൽ -5x അല്ലെങ്കിൽ -4y അല്ലെങ്കിൽ ഒരു 6x അല്ലെങ്കിൽ ഒരു 6a. അങ്ങനെ നമുക്ക് പല ടൈപ്പിലുള്ള ടേംസ് ആണ്, വേരിയബിൾസ് ആണ് വരുന്നത് വിചാരിക്കുക. ഒരു ക്വസ്റ്റ്യനിലോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന ഒരു കണ്ടീഷനിൽ എടുക്കുന്നത് പല ടൈപ്പ് വേരിയബിൾസ് ആണ് വരുന്നതെങ്കിൽ അതിന് നമുക്ക് അൺലൈക്ക് ടേംസ് എന്ന് പറയാം. അപ്പൊ ഇത്രയാണ് നമുക്ക് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ആൽജിബ്രയുടെ പഠിക്കാനുണ്ടായിരുന്നത്. വളരെ സിമ്പിൾ ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കും. താങ്ക് യു.